ഹായ്, എല്ലാവർക്കും നമസ്കാരം. നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഹരിയാലി ചിക്കനാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. ചിക്കൻ ടിക്ക വേർഷനിലും അതുപോലെ തന്നെ കറി ആയിട്ടൊക്കെ ഉണ്ട് ഇത്. അപ്പോൾ നമ്മൾ ഇന്ന് ഹരിയാലി ചിക്കൻ ഫ്രൈ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞെടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിനെ മാരിനേറ്റ് ചെയ്യാനുള്ള ഒരു ഗ്രേവി തയ്യാറാക്കാനായിട്ട് നമുക്ക് മിക്സി ജാർ എടുക്കാം. ഇതിൻ്റെ പേര് പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു മാരിനേഷനും. അതായത് ഹരിയാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീനറി എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രീൻ ചിക്കനും നമുക്കിതിനെ പറയാം. അപ്പോൾ ഈ മിക്സി ജാറിലേക്ക് നമുക്ക് ഒരു 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി അരിഞ്ഞിടാം. പിന്നെ 4 വലിയ അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കാം. ഇതിപ്പോൾ വലിയ അല്ലിയാണ്. അപ്പോൾ ചെറുതൊക്കെയാണ് നിങ്ങൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു 8 എണ്ണം അല്ലെങ്കിൽ ഒരു 9 എണ്ണം ഒക്കെ ചേർത്തോളൂ. ഇത് അരിഞ്ഞ് ചേർക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഇത് ഞാനൊരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതിനകത്ത് നമ്മൾ ഒട്ടും മുളക് കൂടി ചേർക്കണില്ല കേട്ടോ. പച്ചമുളകും കുരുമുളകുമാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കണത്. നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. കാന്താരി മുളക് അല്ലാതെ പിന്നെ വേറെ ഓപ്ഷൻ ഉള്ളത് പച്ചക്കുരുമുളകാണ്. അത് ചേർത്താലും ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. അത് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചേഞ്ചസ് ഒക്കെ വരുത്താം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പുണ്ട്. ഉപ്പ് ചേർത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാണ്ട് നമുക്കൊന്ന് കോഴ്സിൽ ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മല്ലിയില ചേർക്കാം. മല്ലിയില ജസ്റ്റ് ഒന്ന് പിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അരിയൊന്നും വേണ്ട. പിന്നെ 1/2 കപ്പ് പുതിനയില ചേർക്കാം. മല്ലിയിലയാണ് നമ്മൾ കൂടുതൽ ചേർക്കണത് ഇതിനകത്ത്. നന്നായി ഒന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോഴും വെള്ളമൊന്നും ചേർക്കണ്ട, നമുക്ക് വെള്ളം ലാസ്റ്റ് ചേർക്കാം. കണ്ടോ, ഇപ്പം എല്ലാം ചതഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടാവും, കാരണം നമ്മൾ ചേർക്കുന്ന ആ മല്ലിയിലയിലും പുതിനയിലയിലും ഒക്കെ നമ്മൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ വെള്ളം ചേർക്കാത്തത്. ചിലപ്പോൾ നിങ്ങൾ കഴുകിയ പാടയൊക്കെ ഇടുമ്പോൾ തന്നെ അതിനകത്ത് വെള്ളം ഉണ്ടാവും. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഫൈനലായിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. കണ്ടോ, ഇപ്പോൾ ലാസ്റ്റ് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാരിനേഷൻ്റെ ഈ ഗ്രേവി ഇരിക്കുന്നത്. ഇത് നിങ്ങൾ അരച്ച് വല്ലാണ്ട് അങ്ങ് പേസ്റ്റ് ആക്കി കളയരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ തരിതരിയായിട്ട് തന്നെ നിങ്ങൾ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ എല്ലാം കൂടി അങ്ങ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ആദ്യമേ തന്നെ അങ്ങ് ഒറ്റയടിക്ക് അങ്ങ് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ പേസ്റ്റായി പോവും. അല്ലെന്നുണ്ടെങ്കിൽ പലതും പല രീതിയിലായിരിക്കും അരിഞ്ഞു വരിക. ഇലകളൊക്കെ അരയുന്നത് പെട്ടെന്ന് അറിയും, ബാക്കിയുള്ളതൊക്കെ ഇഞ്ചിയൊക്കെ അരയാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അരച്ചെടുത്തത്. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അത് തൈരാണ്. നല്ല കട്ട തൈര്, അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ആഡ് ചെയ്യണത്. അത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ അരക്കണേൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ട തൈര് ആഡ് ചെയ്തിട്ട് നമ്മൾ അരച്ചിട്ടുണ്ടെങ്കിലേ ഭയങ്കര വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും കട്ടിയിലുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് തൈര് അരയ്ക്കാൻ കേട്ടോ. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം. ഉപ്പ് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മൾ മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഒത്തിരി ആഴത്തിൽ വേണ്ട, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇപ്പോൾ ഒത്തിരി ചെറിയ പീസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് വലിയ ചിക്കൻ്റെ കഷ്ണങ്ങളായതുകൊണ്ടാണ് വരഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതിന് ശേഷം നമുക്ക് അരപ്പ് ചിക്കനിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയിട്ട് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിലാണ് ചേർക്കുന്നത്. ഇപ്പം നിങ്ങൾ ഏത് ഓയിലാണോ ഈ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതേ ഓയിൽ തന്നെ ചേർത്താലും നല്ലതാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്യണത്, അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ മസാല തേച്ച് പിടിപ്പിച്ച ശേഷം ഇതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറഞ്ഞത് ഒരു 45 മിനിറ്റ്സ് എങ്കിലും വെക്കാം. അതല്ല നിങ്ങൾ 45 മിനിറ്റ്സിനേക്കാളും കൂടുതൽ നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു 30 to 45 മിനിറ്റ്സ് നേരം റൂം ടെമ്പറേച്ചറിൽ, അതായത് വെളിയിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതൊരു 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. പാൻ ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കണത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയത്തിനും ലോയിനും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെക്കാം. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരപ്പെല്ലാം അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ചിക്കൻ്റെ പീസസ് എല്ലാം നമ്മൾ ഇട്ടു. കുറച്ച് അരപ്പ് നമുക്ക് ഇതിനകത്ത് ബാക്കിയുണ്ട്. അത് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. നമുക്ക് ഓരോ സൈഡും മൊരിഞ്ഞ് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഒരു സൈഡ് മറിച്ചിട്ട് കഴിയുമ്പോണ്ടല്ലോ ആ ബാക്കിയുള്ള ആ ഗ്രേവി ഉണ്ടല്ലോ അത് നമുക്ക് സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് സൈഡിൽ കിടന്ന് മൊരിഞ്ഞോളൂ. ചിക്കനുമായിട്ട് ടച്ച് ചെയ്യാണ്ട് സൈഡിൽ കിടന്നത് മൊരിഞ്ഞോളൂ. ഇപ്പോൾ ചിക്കനെല്ലാം അത്യാവശ്യം നന്നായിട്ട് എല്ലാ ഭാഗവും മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്, നല്ല കൊതിപ്പിക്കുന്ന ഒരു മണമൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഗ്രേവി ഉണ്ടല്ലോ അരപ്പ്, അതും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എടുത്തു മാറ്റാം. ചിക്കൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. നമ്മൾ സാധാരണ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന ചിക്കൻ ഫ്രൈ പോലെ അല്ല ഇത്. ആ ഒരു ടേസ്റ്റ് അല്ല ഇതിന്. ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു ടേസ്റ്റാണ്. വളരെ ഡെലീഷ്യസ് ആണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവർഫുൾ ആയിട്ടൊരു ചിക്കൻ ഫ്രൈ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ റെഡ് കളർ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും കൂടിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.